ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ അലക്കലും കുളിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. വെള്ളമൊക്കെ പിടിച്ചു, ചായ വെച്ചു. റിജുക്കുട്ടി ഇന്ന് നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ എന്താ, രാവിലെ നേരം വെളുത്തിങ്ങനെ വരുന്നുണ്ട്. രാവിലെ തന്നെ നമ്മുടെ റിയാസ്ക്ക് വണ്ടി കഴുകണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊരിഞ്ഞ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ കടത്തിയിട്ട് വന്നപ്പോൾ വണ്ടി കഴുകണം. വണ്ടിൻ്റെ അകം പുറം ഒക്കെ കഴുകണം കേട്ടോ. നമ്മുടെ ടിക്കു ഇതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു വണ്ടി കഴുകുന്ന തിരക്കിലാണ് അല്ലേ. ടിക്കു ടിക്കു എന്ന് വിളിച്ചതും ടിക്കു ഓടി വരുന്നു. നോക്ക് ടിക്കു ടിക്കു എന്താടാ, ഒന്നുമില്ല തരാൻ. ടിക്കുവിൻ്റെ ഫ്രണ്ടും ടിക്കും കഴിഞ്ഞാ അവിടെ കാണാൻ ഒന്നുമില്ല എൻ്റെ അടുത്ത് തരാൻ. ഒന്നുമില്ല ഒന്നുമില്ല. അത് വാലാട്ടണം, വാലാട്ടുക നിന്നിട്ട്. ഒന്നുമില്ല 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 എൻ്റെ അടുത്ത്. മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, കുടിച്ചിട്ട്. അപ്പോൾ റിജുക്കുട്ടിതാ ചായ കുടിച്ചാ? നമ്മുടെ റിജുട്ടി ചായ കുടിച്ചാ? കുച്ചോ ഒക്കെ പിന്നുണ്ടോ? ചായ കുടിച്ചത്ര. ടിക്കോടെ വന്ന് നിൽക്കണം. നോക്ക്, ഇതിൽ ഒരു കുഞ്ഞ് റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞി റോസ് എവിടെക്കാട്ടിക്കോ, പൈക്ക ഉള്ളി പോയി പുറത്ത് വയ്ക്കോ. നമ്മുടെ റെഡ് റോസ് ആൾ ഉഷാറില്ല കേട്ടോ. ഒരേപോലത്തെ രണ്ടെണ്ണം നോക്ക്, ഒന്ന് രസമല്ലേ അങ്ങനെ. റോസാ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ചീരയൊക്കെ അത് ഒത്തിരി വലുതായിട്ടുണ്ട് കേട്ടോ. ടിക്കു പോ, പിന്നെ വാടാ പോ. മാറ് പോ. റൈസൊന്നും അണിച്ചില്ല കേട്ടോ. ടിക്കു ഇരിക്കണേണ്ട, റജിക്കുട്ടി ഇരിക്കണ പോലെ രാവിലെ തന്നെ കാര്യമില്ല കേട്ടോ. ഭയങ്കര ചൂട്. ഇപ്പോൾ രാവിലത്തെ എല്ലാതും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ജൂൺ 1 അപ്പോൾ എല്ലാവർക്കും സ്കൂൾ തുറക്കാനായി. സ്കൂൾ ഇനിയിപ്പോൾ തുറന്നല്ലോ അല്ലേ. അയ്യോ, ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ. അപ്പം നമ്മുടെ റിൻഷിമോളുടെ ഒരു കുഞ്ഞ് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവില്ലേ. വലുതല്ലേ, ഒരുപാട് വലുതെങ്കിലും ചെറുതെങ്കിലും ഒരു ചെറിയൊരു മോഹമെങ്കിലും ഇല്ലാണ്ടിരിക്കുമല്ലേ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ വേഗം നിറവേറാവാനോട് പ്രത്യേകം തുക ചെയ്യുക. അപ്പോൾ നമ്മുടെ റിജുക്കുട്ടി ടിക്കും ഇമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിൻഷിമോൾക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്, ഒരു കുഞ്ഞ് വീട് വേണം എന്ന്. അപ്പോൾ അവളുടെ ആ സ്വപ്നം അവൾ കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അവളുടെ മാത്രമല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു വീടും വേണം എന്നുള്ളത്. അപ്പോൾ എന്നാ നടക്കാമെന്നറിയില്ല. പഠിച്ച നിങ്ങളൊക്കെ അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ റിൻഷിമോളുടെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം വെച്ച് അവളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് നമ്മുടെ റിൻഷിക്കുട്ടി ഉണ്ടാക്കിയ വീട് കേട്ടോ, ഒരു കുഞ്ഞു വീട്. അപ്പോൾ അവളുടെ ആഗ്രഹത്തിലെ വീടാണ് ഇത്. അപ്പോൾ അവൾ നല്ല മറ്റേ അട്ട വെച്ചിട്ട് നിർമ്മിച്ചതാട്ടോ വീട്. പിന്നെ ജനലുണ്ട് അപ്പുറത്ത്, 2 സൈഡും ജനലുകളുണ്ട് കേട്ടോ. ഇതാണ് അവളുടെ സ്വപ്നത്തിലെ ഒരു കൊച്ചു വീട്. എന്തായാലും അവളുടെ ആഗ്രഹം വേഗം പോവണി കേട്ടല്ലേ. അങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻ്റ് ഇടുക കേട്ടോ. അവൾക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, എന്നാലും അവളുടെ ഒരു ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് അവൾ. ഒരു കുഞ്ഞു വീടും അതിൽ കുറച്ച് സ്ഥലം അല്ലേ, നല്ല രസമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയാണ് കേട്ടോ,
ഒരു കുഞ്ഞു വീട്, കുറച്ച് സ്ഥലം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവൾ ഉണ്ടാക്കിയത്. അപ്പോൾ വീട് ഇഷ്ടമായവരൊക്കെ കമൻ്റ് ഇടാം. വളരെ ഇഷ്ടപ്പെട്ടില്ലേ? അവളുടെ ഒരു മനസ്സിലുള്ളൊരാഗ്രഹം പുറത്തു വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരുടെയും സ്വപ്നങ്ങളല്ലേ അല്ലേ? ഓരോ സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവും. അപ്പോൾ ശരി എന്നാൽ.